ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് ഇന്ന് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൻ്റെ നടുക്ക് മീൻ പിടിക്കാൻ പോകും. ഈ വക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കുഴിയുണ്ട്, അത് നമ്മൾ പറ്റിച്ച് മീൻ പിടിക്കുന്ന. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കണ്ടോ, കൊയ്ത്ത് കഴിഞ്ഞില്ലേ? കൊയ്ത്ത് ആണോ? നീ ഇപ്പം നെല്ല് നാളെ എടുക്കൂല്ലേ? അതെ, നെല്ല് നാളെ തൂക്കാൻ വരുമെന്ന് പറയുന്നത്. അച്ഛന് 2 കിലോ വെച്ചുണ്ടോ അച്ഛാ? എത്രയോ? അതാണ് ഈ കൃഷിക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നത്. കൃഷി ഇറക്കി 80% പേരും പാട്ടം ചെയ്യുന്നതാണ്. സ്വന്തം ഉടമസ്ഥര് കുറവാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ആ നെല്ല് വിളയിപ്പിച്ച് ഇപ്പോൾ കൂലിച്ചെലവൊക്കെ അറിയാമല്ലോ. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഈ പാടത്ത്, കായപ്പുറം പാടം, ഇത് 60 ഏക്കറുണ്ടല്ലേ? 70 ഏക്കർ ഒരു ചെറിയ പാടമാണ്, ഞങ്ങളുടെ വീടിൻ്റെ പുറകിലത്തെ പാടമാണ്. ആ പാടത്ത് നെല്ലെടുക്കണമെങ്കിൽ ആദ്യം 5 കിലോ കിഴിവ് പറഞ്ഞു. 5 കിലോ കിഴിവ് വരുമ്പോൾ എത്ര കിൻഡൽ പോകും അല്ലേ? ഒരു 100 കിൻഡൽ നെല്ല് കൊടുക്കണമെങ്കിൽ 5 കിൻഡൽ പോകും. അപ്പം ഈ പാട്ടം ചെയ്യുന്നതിന് എന്നാ കിട്ടാനായിട്ടാണ്. അപ്പം കൃഷിക്കാരെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ? അതാണ് നമ്മൾ ലാസ്റ്റ് കൃഷി ചെയ്യാൻ. അതായത് ഏറ്റവും ഈ ഭക്ഷ്യവസ്തു ഇല്ല, ജീവിക്കത്തും ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുക. അപ്പം ഞങ്ങളിത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. കണ്ടോ, ഈ പാടം കൊയ്ത്ത് കഴിഞ്ഞ പാടം കണ്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലത്തെ പാടം കണ്ടോ. കൊയ്ത്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഞങ്ങൾ വലയിട്ട് മീൻ പിടിക്കും. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം ഉണങ്ങി നല്ല മിഷനടിച്ച് കിടക്കുക. ഈ കച്ചി കണ്ടോ, ഈ കച്ചി ഇത് ആവശ്യക്കാർ വന്ന് മിഷൻ ഇവിടെ അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. മിഷൻ അടിച്ച് കച്ചി റോൾ ചെയ്ത് കൊണ്ടുപോകും. നമ്മളിത് അങ്ങോട്ട് മാറിയാണ് പിടിക്കുന്നത്. അതിൻ്റെ നടുക്കൊരു തൂമ്പുണ്ട്. ആ തൂമ്പിനകത്ത് മീൻ കയറി നിൽപ്പുണ്ടെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കറിക്കെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ. ഇപ്പം മീൻ പൊതുവെ കുറവാണ്. ഇനി ഇവിടെ എല്ലാം വെള്ളം കയറണം, മഴ പെയ്യണം മീനാകണമെങ്കിൽ. നമ്മളിത് ആ ഭാഗത്താണ് മീൻ പിടിക്കുന്നത്. കണ്ടത്തിൻ്റെ നടുക്ക. കണ്ടോ ചാല. ഈ ചാലിലാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. കണ്ടോ, അങ്ങോട്ടൊരു ചാല, ഇങ്ങോട്ടൊരു ചാല. കണ്ടോ, ഇതിൻ്റെ നമ്മളപ്പുറം മീൻ പിടിക്കുന്നത്. അവിടെ ഇവിടെ വെള്ളമില്ല, അങ്ങോട്ട് മാറി. നമ്മൾ മീൻ പിടിക്കുന്നത് ഇവിടെ കണ്ടോ. ഈ കുഴി ഇവിടെ ചെറിയ തൂമ്പം കുഴിയാണ്. തൂമ്പെന്ന് പറഞ്ഞാൽ അപ്പുറേന്ന് വെള്ളം ഇപ്പുറോട്ട് വരുന്നത്. ഇവിടെ ഒരു തൂമ്പുണ്ട്. ആ തൂമ്പിനകത്ത് മീൻ കാണുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മീൻ പിടിക്കാൻ പോവുക. ഇവിടെയൊക്കെ മീനുള്ളതാണ്. ഇവിടെ ഈ തൂമ്പ് ഇങ്ങോട്ടുണ്ട്. ഇതിനകം നമ്മൾ പറ്റിക്കാൻ പോവുക. വെള്ളം കുറവാന്ന് തോന്നുന്നു. ദൈവമേ, വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അവിടോട്ടും കൂടെ മടയിട് അങ്ങോട്ട്. അത് ചെറുതാ.
ഉം. നമ്മൾ പറ്റിച്ചോണ്ടിരിക്കുക. മട തട്ടി പോരരുത്. ആ വെള്ളം ഇങ്ങോട്ട് വരുവാ. അവിടുന്ന് ഇതാണോ? വെള്ളം തിരിച്ചിറങ്ങുന്നുണ്ടോ? ഇതാരാന്നറിയാ നിൽക്കുന്നേ? ഇത് നമ്മൾ ഈ തൂമ്പിനകത്തു നിന്നാണ് മീൻ കിട്ടാൻ സാധ്യത ഉള്ളത്. ഇതിനകത്ത് കയറിയിരുന്നു തൂമ്പ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കാണും. നമുക്ക് അതിനകത്തുനിന്ന് കുത്തി ഇറങ്ങണം. ആ അപ്പുറത്തുനിന്നാണ് വെള്ളം വരുന്നത്. അപ്പുറം പറ്റിയോ? നോക്കിക്കോ. അപ്പുറം പറ്റിയോ മോനെ? വലിയ കുഴി പറ്റിയോടാ? അപ്പുറത്ത് അത് പറ്റിയോ? നമ്മൾ ഈ തൂമ്പിനകത്ത് വരാലുണ്ട്, നോക്കാൻ പോകും. മുള ഇട്ട് കുത്താൻ പോകും. അതിനകത്തോ നിൽക്കേണ്ട പരുവം കണ്ടോ? വാഷിംഗ് മെഷീനകത്തൊന്നും ഞാൻ ഇടത്തിലിടാം. ഈ നിക്കറൊന്നും ഇടത്തില്ല. ഇതൊക്കെ ഞാൻ കല്ലലക്കത്തേ ഉള്ളൂ. ഇത് കാണാം ഉണ്ടെങ്കിൽ കുത്തിക്കോ. ഒന്നും വന്നില്ല ഇതുവരെ. ഇല്ല, വരല്ലടാ ഇരിക്കുന്നേ. ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. മാറിക്കടാ മോനെ. ഒരു മുഴുത്താ കേട്ടോ, ഇറങ്ങി വരുന്നുണ്ട്. ഒന്നും കൂടെ തള്ളിക്കേ, രണ്ടെണ്ണം. ഇച്ചിരി കൂടെ ഇറങ്ങാനുണ്ട്. ഇങ്ങോട്ടൊന്നും തള്ളിക്കൂ. രണ്ടെണ്ണം ഇറങ്ങി. രണ്ടെണ്ണം ഇറങ്ങി. അവിടെ ഇരുന്നോട്ടെ. ചാക്കും വന്ന് വാരിപ്പുറേ വരും. ഭയങ്കര എടുത്തോണ്ടിരിക്കുക. ചെരുവ് എന്തിയേ ഉണ്ടോ? ചാടി ഇറങ്ങിയെടുക്കാം അവിടെ ചെരുവ്. അവിടെ ഒരെണ്ണമുണ്ടേ. ഇതെന്താണ് അങ്ങോട്ട് പോയി. ഇതെന്താണ് തൂമ്പിൻ്റെ പതുക്കെ വെച്ചതാണല്ലോ. തൂമ്പിൻ്റെ പതുക്കെ ഇരിപ്പുണ്ട്. കണ്ടോ മച്ചന്മാരെ നമുക്കൊരു വരാൻ കിട്ടിയിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം കണ്ടുള്ളൂ.
കണ്ടത് എടുത്തോണ്ടിരിക്കൂ. എന്റെ തല പൊട്ടിയിട്ടുള്ളൂ, എന്റെ കണ്ണിന് അപാരം. ആണോ? അവന്റെ തലയെ പൊട്ടിയിട്ടുള്ളൂ കേട്ടോന്നേ, കണ്ണിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് വരാല് 2 എണ്ണം ഇവിടെ ഉണ്ട്, തപ്പി എടുക്കണം. ഒരെണ്ണാണ്ടാണ്ട് ആ മൂലിക്ക് കാണിച്ചു കൊടുക്കടാ. എവിടെയാണ്? എവിടെ? ആ അവിടെ ഉണ്ട്. ആ അത് തന്നെ. ഉള്ളയാണോ? പറഞ്ഞെടുത്ത് കഴിക്കട്ടെ. അപ്പുറം പോ. നല്ല കുട്ടിയായിട്ടിരുന്നേ, നല്ല കുട്ടിയാ. നമ്മൾ പറ്റിയതിന് കഷ്ടമില്ല. എന്തിയാ നമ്മുടെ ബക്കറ്റ് എടുക്കടാ. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇന്നലെ പെയിന്റ് ബക്കറ്റ് വേണ്ട. ഒരെണ്ണമുണ്ട്. ഒരെണ്ണമുണ്ട്. ആ ആ ഞങ്ങളിവിടെ കയറി പറ്റിയാൽ അടുത്ത വരാനുണ്ട്. പിന്നെ എടുത്തോണ്ടിരിക്കും പറ്റിയത്. അടുത്തിട്ട് പിന്നെ അടിയാണ്. അടിച്ചെന്റെ കാല് ചെവിക്കല്ലോ കയറുന്നു. ആ മുത്താണ്. അടുത്ത കൂടി രണ്ടെണ്ണേ ഉള്ളു. രണ്ടെണ്ണേ വന്നുള്ളൂ. ഇപ്പഴേ 2 വന്നുള്ളൂ. ആ അത് വന്നില്ല, ചെറുത് വന്നില്ല. ഈ 2 വന്നുള്ളൂ. അല്ല ഓണാക്കിയായിരുന്നു. വേണ്ട അത് കയറിപ്പോകാൻ ഇല്ല, കയറത്തില്ല. കയറിപ്പോയോ? ഓ മൂഴൊക്കെ വെള്ളത്തിൽ മൂവരെ ചുറ്റിക്കുന്ന സാധനമാണ്. ആ അവിടെ ഉണ്ട്. പുറകെ വന്നോ ഇനി? അതല്ലേ ബാബി? കുറച്ച് പോയിരിക്കാൻ നേരം ഉണ്ടോ? എവിടെ പോവോ? ഉണ്ണിയിലവിടെ നിൽക്കുന്നതാ. ഉണ്ണി അവിടെ നിൽപ്പുണ്ട്. അത് കുഞ്ഞതല്ലേ. അത് വളരട്ടെ. അപ്പം നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കും. അപ്പം നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് കറിക്കുള്ള 2 വരാൽ കിട്ടിയിരുന്നു. അപ്പം നമ്മുടെ ഒരു ചെറിയ വീഡിയോ കൊയ്ത്തുപാടത്തിൻ്റെ നടുക്ക് നമ്മളൊരു ചെറിയ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ചെയ്യുക. അപ്പോൾ അത് നല്ല പരുവത്ത് നിൽക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ. നിന്റെ നാമത്തെ ആദര ഞങ്ങളർപ്പിക്കുന്നു.